ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് വാസി കിച്ചണിലേക്ക് സ്വാഗതം. ചിക്കനും മീനൊന്നും ഇല്ലെങ്കിലും ഇതുപോലെയുള്ള ഒരു ഫ്രൈ ഉണ്ടെങ്കിൽ നമുക്ക് ഊണിന് അത് മതി. ചായക്ക് സ്നാക്കായിട്ടും കഴിക്കാം. ഇത് തയ്യാറാക്കാനായി ഒരു ബൗളിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ പിരിയമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഈ പൊടികൾ നമുക്ക് ഏത് പൊടിയാണ് കൂടുതൽ വേണ്ടതെന്നുള്ളതിനനുസരിച്ച് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടും കുറക്കും ചെയ്യാം. മുളക് പൊടിയെല്ലാം എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എരിവ് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല. ചില ആൾക്കാർക്ക് എരിവ് കുറവേ വേണ്ടൂ, ചില ആൾക്കാർക്ക് കൂടുതൽ വേണം. അതിനനുസരിച്ചിട്ട് എരിവൊക്കെ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് കലക്കിയെടുക്കണം, കട്ടയില്ലാതെ കലക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായി മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കടച്ചക്ക ഇതുപോലെ വട്ടത്തിൽ തൊലി കളഞ്ഞ് വട്ടത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ഫോർക്ക് വെച്ച് ഇതുപോലെ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ മസാല ഇതിനുള്ളിൽ നല്ലപോലെ പിടിക്കും. 2 വശവും ഇതുപോലെ കുത്തിയെടുത്തിട്ടുണ്ട്. ഞാനിത് ചെയ്യുന്ന കണ്ടപ്പം മൂക്കിന് ഹെൽപ്പ് ചെയ്യണം, അതുകൊണ്ടാണ് പൊടി കലക്കിയെടുക്കുന്നത്. ചിക്കനൊന്നും ഇല്ലെങ്കിലും മീനും ഇല്ലെങ്കിലും ഇതുപോലെയുള്ള ഫ്രൈ ഉണ്ടായാൽ ചോറിന് നല്ലൊരു കറിയായി, ഫ്രൈ ആയി. ചിക്കൻ കഴിക്കാത്തവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഫ്രൈ ആണിത്. ഇത് നല്ലപോലെ കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നായി ഇതിൽ മുക്കി ഇതിന് ഉപ്പെല്ലാം നോക്കി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട്, അത് ചൂടായി. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഓരോന്ന് ഇതിൽ വെച്ച് കൊടുത്ത് ചൂടായ ശേഷം സിമ്മിലിട്ട് വെക്കാം. മുഴുവൻ ഇതുപോലെ വെച്ച് കൊടുക്കണം. ഇതുപോലെ നിങ്ങൾ നോക്കിയിട്ടില്ലെങ്കിൽ തയ്യാറാക്കി നോക്കണം. ഇത് അടിവശം മൂത്ത് വരുന്നത് ഓരോന്നായി മറിച്ചിട്ട് കൊടുക്കുക. ആദ്യം മറിച്ചിട്ട് കൊടുക്കുക. എണ്ണ എല്ലാ വശത്തും ഒന്ന് എത്താൻ വേണ്ടിയാണ് ഇതുപോലെ ചെരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ എണ്ണ ഇല്ലാത്ത ഭാഗത്ത് ഇതിൽ കൂടുതൽ എണ്ണ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വറുത്തെടുത്താൽ മതി. മുഴുവൻ ഇത് മറിച്ചിട്ടിട്ടുണ്ട്. ഇനി അടിവശം നല്ലപോലെ മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ കടച്ചക്ക കൊണ്ട് നല്ലൊരു ഫ്രൈ റെഡിയായി. ഇത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.